ലക്ഷക്കണക്കിന് ഉറുപ്പ്യ എപ്പോഴും കിട്ടാണ്ട് കടം വന്നിട്ട് കുടുങ്ങിയിട്ട് വീട്ടിൽ അത്രയും പ്രയാസം വന്നിട്ട് പോലും ഇത് ചോദിച്ചിട്ട് ആരും തന്നിട്ടില്ല. അത്രയും പ്രയാസം വന്നിട്ട്. അപ്പൊ ഇനി എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇനിയും കടം കൊടുക്കുക? ഇല്ല, ഞാൻ കൊടുക്കൂല. തീരുമാനിച്ചു, കൊടുക്കൂല, തരൂല. പക്ഷെ അത് ഞാൻ പറയില്ല, തരൂല എന്ന് ഞാൻ പറയില്ല. ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല. ഉണ്ടോ? ഞാൻ നോണ പറഞ്ഞിട്ടില്ല? പറഞ്ഞോ? ഇല്ല, പറഞ്ഞിട്ടില്ല. ഇത്രേ ഉള്ളൂ. ഓരോരുത്തർക്ക് വെറുപ്പില്ല. അപ്പൊ അവരുടെ കാര്യം, നമ്മളെ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യാൻ പഠിക്കണം. ഇതിങ്ങനെ പഠിക്കണം. അത് നമുക്ക് ലക്ഷ്യമൊക്കെ വേണം, എന്നാലേ പറ്റുള്ളൂ. അല്ലെങ്കിൽ പറ്റൂല. ഇതാണ് സാധനം. ഈ ഒരു ചിന്താഗതി നമ്മളുണ്ടാകുമ്പോൾ നമ്മുടെ സ്വഭാവമൊക്കെ മാറും. ആദ്യം എന്താ പറഞ്ഞതിന്റെ ആദ്യം ഒന്നിരിക്കലോ കൊടുക്കും, എന്നിട്ട് ഓന്റെ പിന്നാലെ പോയി ഓനെ ചീത്ത പറയാനും ഓൻ്റെ ഇരുന്ന് പിടിച്ചെടുക്കാനും നടക്കണം. ഇപ്പോഴും കിട്ടാണ്ട് ഞാൻ എന്താ ചെയ്തത്? അത് ഒഴിവാക്കി. എനിക്ക് വേണ്ട, പ്രശ്നം കഴിഞ്ഞല്ലോ. 5-6 ലക്ഷം ഉറുപ്പിക ഞാൻ ഒഴിവാക്കി. വേണ്ട, കിട്ടൂല, എനിക്കറിയാം കിട്ടൂല എന്ന്. എന്തായാലും കിട്ടൂല. പിന്നെ എന്തിനാ പിന്നെ ഓൻ്റെ പയ്യരം കേൾക്കണ്ടേ? ഞാൻ അതിങ്ങനെ കേട്ടിട്ട് എൻ്റെ തലൻ്റെ ഉള്ളിൽ ഇങ്ങനെ ടെൻഷൻ ഉണ്ടാകണ ഞാൻ വേണ്ട. അത് കിട്ടൂല എന്ന് ഉറപ്പിച്ചാൽ അത് പോയി. വേറെ ആളുടെ പഠിത്ത് വിളിച്ചിട്ട് പറഞ്ഞു, ഷേഖ് അങ്ങക്ക് എവിടുന്നൊക്കെ കിട്ടാള് പറഞ്ഞേരി, നമ്മളെ ടീം ഞാൻ വാങ്ങിച്ചു തരാം, എന്താ വേണ്ടി വെച്ചാൽ നമുക്ക് ചെയ്തുതരാം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പൊന്നാര സംശയം, ഞാനത് ഒഴിവാക്കി. അല്ലേ, അതെന്തിനാ നിങ്ങൾ ഒഴിവാക്കണ്ടേ? അങ്ങനെ ഞാൻ ഒഴിവാക്കിയടാ. അല്ലേ, ഞാനിപ്പോൾ ആ ഫീൽഡിൽ ഇല്ലല്ലോ, ആ കച്ചവടത്തിൽ ഇല്ലല്ലോ. പിന്നെ അല്ല, ഇന്നാലും ഞാൻ വാങ്ങിത്തരേണ്ട ആൾക്കാർ ഓനെന്തെങ്കിലും കിട്ടാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ എന്നോട് പറഞ്ഞില്ലേ, ഞാനത് ഒഴിവാക്കി. എനിക്കത് വേണ്ട, ആ പൈസ വേണ്ട. ഞാനത് തീരുമാനിച്ചു. എനിക്ക് എൻ്റെ ദൈവം അതിലേറെ എത്രയോ ഇരട്ടി അതിന് ശേഷപ്പോൾ തന്നു. അതുകൊണ്ട് എനിക്കത് വേണ്ട, ഞാനത് ഒഴിവാക്കി. ക്ലോസ് ചെയ്താൽ വിട്ടു. എന്താ കാരണം? അത് അസ്വസ്ഥത ഉണ്ടാക്കും. എന്തിന്? ഒഴിവാക്കി. ഇതൊക്കെ നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നമ്മളെ ഡൈവേർട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ശ്രദ്ധിച്ചു കേട്ടോ. അതിനാണ് ഈ പറയുന്നത്. ഞാൻ ഇതൊക്കെ ഇടയിൽ ഇങ്ങനെ വരും, കയറി വരും. നമ്മൾ നല്ലൊരു ആറ്റിറ്റ്യൂഡൊക്കെ ആയിട്ട് മുന്നിൽ പോകുമ്പോൾ ഒരു വലിയ ബാക്കിന്ന് മനസ്സിലായി എനിക്ക്. അപ്പോഴാണ് തീരുമാനിക്കുന്നത്, എന്ത് വന്നാലും ഞാൻ എന്ത് ചെയ്യും? എൻ്റെ പർപ്പസ്ഫുള്ളി ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തും. പിന്നെയും ഞാൻ പറയണം കേട്ടോ, പർപ്പസ്ഫുള്ളി ഞാൻ എൻ്റെ ലക്ഷ്യത്തിലെത്തും. എന്നിട്ട് എൻ്റെ വിജയം കൊണ്ടാണ് ഞാൻ ഇവരോടൊക്കെ എന്ത് പറയാം? മറുപടി പറയാം. എൻ്റെ വിജയം കൊണ്ടാണ് ഞാൻ മറുപടി പറയാം. ഞാൻ വായ കൊണ്ട് മറുപടി പറയില്ല, ഞാൻ എൻ്റെ വിജയം കൊണ്ട് മറുപടി പറയും. അതാണ് പവർ. അതുണ്ടാവണമെങ്കിൽ ചേഞ്ച് ചെയ്തേ പറ്റുള്ളൂ. ഫുൾ കീറി മുറിച്ച് പീസാക്കിയിട്ട് സെറ്റ് ചെയ്യും. എവിടൊക്കെയാണോ തുരുമ്പ് വന്നത് അതൊക്കെ മാറ്റിയിട്ട് സെറ്റാക്കണം. ഒരു സുമണും സാധിക്കില്ല. എനിക്കറിയാം. സ്റ്റാർട്ട് ചെയ്തോ സെറ്റാവും, റെഡിയാവും. പോകുമ്പോഴത്തിന് സാധനം റെഡിയാവും, ഗ്യാരണ്ടി. ഏത് ഒബ്ജക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒബ്ജക്ഷൻ നമുക്ക് പോസിറ്റീവ് ആക്കാൻ പറ്റും. ഏത് ഒബ്ജക്ഷനും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തടഞ്ഞു നിർത്താൻ പറ്റും. ഏത് പ്രശ്നത്തിനും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഏത് വിഷയം എങ്ങനെ എന്നെ നെഗറ്റീവായി ബാധിക്കാത്ത രൂപത്തിൽ അത് ഒഴിവാക്കാൻ പറ്റും. ഞാൻ ഇപ്പം നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ. അല്ലെങ്കിൽ നമുക്ക് ബാപ്പാക്ക് സ്വത്തുണ്ടാവും, ഉമ്മാക്ക് സ്വത്തുണ്ടാവും, അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ ദരിദ്രനായി ജീവിക്കേണ്ടി വരും. കാരണം എന്താ ഉണ്ടാവുക? നമ്മൾ എടുക്കുന്ന തീരുമാനത്തിൻ്റെ ചെറിയ കുഴപ്പം. അതായത് നമ്മൾ എന്തൊക്കെ പോയതുകൊണ്ട്? പ്ലഷറിലേക്ക് പോയതുകൊണ്ട് നമുക്കൊരു ആവേശം തോന്നല. ചില ആൾക്കാർക്ക് ഭയങ്കര എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഭയങ്കര ആദർശകരം. എന്താ അങ്ങനെ സംഭവിച്ചാൽ അത് ബുദ്ധിയുള്ള ചെയ്യണമല്ല, പൊട്ടൻ ചെയ്യണം. പൊട്ടൻ വിഡ്ഢി. ഒരു ടീച്ചറിനെ ഇവിടെ എൻ്റെ അടുത്ത് ഒരു 2-3 വർഷം വർക്ക് ചെയ്തു. പിന്നെ ടീച്ചർ ഇങ്ങനെ ഓരോരോ ഇതുണ്ടാക്കിയപ്പോൾ ഞാൻ എന്ത് ചെയ്താണ്, ഞാൻ മെല്ലെ വിദഗ്ധമായി പിരിച്ചുവിട്ടാണ്. ആ ടീച്ചറാണ് എന്നോട് പറഞ്ഞത് ആൺകുട്ടികളും കൂടി എടുക്കാനാണ്. ഞാൻ കുറച്ച് കാര്യങ്ങൾ കിട്ടിയാൽ പിരിച്ചുവിട്ടാണ്. അപ്പോൾ ആ ടീച്ചറിനോട് കഥ, ടീച്ചർ ഭയങ്കര പ്രയാസത്തിൽ. അപ്പോൾ ടീച്ചറിനോട് കഥ. അപ്പോൾ എനിക്ക് മനസ്സിലായി എന്തൊക്കെയോ ഉള്ളിലുണ്ട്, എന്തോ സാധനം ഉണ്ട്. ചോദിച്ചാൽ പറയില്ല എന്ന് എനിക്കറിയാം. അത് ഞാൻ ചോദിക്കൂല. ഞാൻ എന്ത് വെച്ചാൽ ഞാൻ ഇടക്കിടയ്ക്ക് തെറാപ്പി കൊടുക്കുമ്പോൾ ഞാൻ പൊട്ടിക്കും, ഓരോന്ന് പൊട്ടിക്കും. എനിക്കറിയാം അത് കൊട്ടിപ്പണി. ഇത് 200ഓളം തെറാപ്പി ഉണ്ട് ഇങ്ങനത്തെ. ഞാൻ അപ്പം നിങ്ങൾക്ക് കാണിച്ചെന്ന ഔട്ട്കം സാധനം കാണിച്ചെന്നാൽ ഇതിൻ്റെ വേറെ കുറേ ഡീപ്പിലുണ്ട്. പൊട്ടി വരുന്ന എനിക്കറിയാം. ഒരു ദിവസം ടീച്ചറെ പുസ്തകം തുറന്നു. ഞാൻ എന്താണോ ഊഹിച്ചത്
അതേപോലൊരു ട്രാജഡിയുടെ ബാക്കിലുണ്ട്. കേൾക്കണമൊക്കെ പറഞ്ഞിട്ടേ, ടീച്ചറ് നല്ല പഠിക്കണ ആള്, നല്ല മാർക്കും നല്ല എല്ലാ സംഭവമുള്ള ആള്, ഒരു വലിയ തറവാട്ടിലെ കുട്ടിയാണ് ടീച്ചർ. നല്ല പഠിക്കും, അങ്ങനെ ഭയങ്കര ഭയങ്കര കഴിവുള്ള ആളാണ് ടീച്ചർ. പക്ഷേ ടീച്ചറെ വീട്ടിലേക്ക് ഒരു പണിക്ക് വന്ന ആള് മാന്യമായിട്ട് വീട്ടിൽ ചോദിച്ചു, എന്തേ എനിക്ക് ഇവിടെ കല്യാണം കഴിച്ചിട്ട് ചോദിച്ചു, മാന്യമായിട്ട്. പക്ഷേ അയാൾ എന്തായിരുന്നു, അയാളൊരു ഫാമിലിക്ക് പറ്റിയ ആളല്ലേ, താന്ന ആളെ വേറൊരു വിഭാഗത്തിൽപ്പെട്ട ആളും, അത്രയും പറയുന്നുള്ളൂ. പക്ഷേ വീട്ടിൽ ആങ്ങളമാരുണ്ട്, നല്ല സ്വത്തൊക്കെ ഉണ്ട്, വലിയ 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 ടീമാണ്. പക്ഷേ ആങ്ങളമാർ സമ്മതിച്ചില്ല, ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവസാനം പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ എന്നാ പോട്ടെ, എങ്ങനെ പോട്ടെ എന്ന് പറഞ്ഞ് തള്ളി. ടീച്ചർ അന്ന് മുതൽ ഇന്ന് വരെ ദാരിദ്ര്യത്തിൽ നിന്ന് നീർന്നിട്ടില്ല, ഒരൊറ്റ സ്വത്തും കൊടുത്തിട്ടില്ല, ഒന്നും കിട്ടിയിട്ടില്ല. ടീച്ചർ ഒന്നും ടെൻഷനല്ല, വെറും ടെൻഷനാണ് ടീച്ചർക്ക്. ആ ടെൻഷൻ എന്താ ഉണ്ടാവുക, നിങ്ങൾ ഒതുക്കി പിടിക്കുമ്പോൾ വേറെ ആളെ മേത്ത് വേറെ രൂപത്തിൽ ഇങ്ങനെ പ്രയോഗിക്കും. പല രീതിയിലും നമുക്ക് താന്ന് നിൽക്കുന്ന, നമ്മളെ താഴെ നിൽക്കുന്ന ആൾക്കാരെ മേത്ത് ഇങ്ങനെ ദേഷ്യമായിട്ടും ഇങ്ങനെ പ്രയോഗിക്കും. ടീച്ചർ B.Ed M.Ed ഒക്കെ എടുത്ത് നല്ല പെർഫോമൻസ് ഒക്കെ ഉണ്ടായിട്ടും ഒരു സ്കൂളിൽ ടീച്ചർക്ക് കിട്ടില്ല. അച്ഛൻ മരിച്ചിട്ട് ചെല്ലാൻ അയച്ചില്ല. നിങ്ങളാലോചിച്ചോക്കെ, അച്ഛൻ മരിച്ചിട്ട് ചെല്ലാൻ അയച്ചില്ല. ഈ വേദനയ്ക്ക് കടന്ന് ഇങ്ങനെ നീറുകയാണ്. ടീച്ചർക്ക് പെർഫോം ചെയ്യാൻ കഴിയില്ല, കഴിവുണ്ടായിട്ട് കാര്യമില്ല, താൽക്കാലികമായിട്ട് പെർഫോം ചെയ്യും. ദാറ്റ് ഈസ് ആക്ടിങ് ഉള്ളിൽ നിന്ന് വരൂല. ടീച്ചർ പോടല്ല, തരേണ്ട ആക്ടിങ് ആണ്. പക്ഷെ അതിന് റിയാലിറ്റി ഇല്ല. റിയാലിറ്റി ഇല്ലാത്ത ഒരു സാധനത്തിന് റിസൾട്ട് ഉണ്ടാവും.